ഹായ് ഹലോ ഹോസ്റ്റലിലൊരു കെറ്റിൽ പരീക്ഷണം കണ്ടാലോ. അങ്ങനെ ഈവനിങ് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് സ്നാക്സ് ഒന്നും ഇല്ലെന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ പറയണ്ടല്ലോ, അത് ഞങ്ങൾ ഇമോഷണൽ ഡാമേജ് ആക്കി. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഗൈസ്. കുറച്ചൊക്കെ തിരഞ്ഞെങ്കിലും ലാസ്റ്റ് ഞങ്ങൾക്കൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പോപ്കോൺ പാക്കറ്റ് കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പാക്കറ്റ് പൊട്ടിച്ചത് സെറ്റാക്കാമെന്ന് കരുതി. അങ്ങനത്തെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കെറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് ഗൈസ് പോപ്കോണൊക്കെ ട്രൈ ചെയ്യുന്നത്, അതും കെറ്റില്ല. സോ സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഫ്ലോപ്പ് ആയാലും വിശപ്പുള്ളത് കൊണ്ട് ഇവിടെ എന്തും പോകും ഗൈസ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഗൈസ്, ഇതിൻ്റെ പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഇതേ കണ്ടില്ലേ, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗൈസ്. ഞാൻ ഈ ക്യാമറ ഓണാക്കി നിന്നതേ ഉള്ളൂ ഗൈസ്, പണിയെല്ലാം ചെയ്തത് ഇവളാണേ. ഇതൊക്കെ വെറുതെ ഇരിപ്പായിരുന്നേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പൊട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാനങ്ങനെ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഈ പൊട്ടുന്നത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞ് നല്ല പണി കിട്ടും ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ കെറ്റിൽ പയ്യെ അങ്ങ് ഓഫ് ചെയ്തേ. പിന്നെ കുറച്ച് നേരത്തേക്ക് ആകെ മൊത്തം ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ആയിരുന്നു ഗൈസ്. എന്തൊക്കെയായാലും പോപ്കോൺ ഫ്ലോപ്പ് ആവാൻ സക്സസ് ആയി കിട്ടിയിട്ടുണ്ടേ. അതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു എല്ലാവരും. പിന്നെ കാത്തു നിൽക്കാൻ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊരു പാത്രത്തിലേക്ക് ആക്കിയേ. പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്തില്ല ഗൈസ്, ചെയ്തു വെച്ച പോപ്കോണൊക്കെ അപ്പം തന്നെ തിന്നു തീർത്തേ. എനിവേ പോപ്കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇത്രയേ ഉള്ളൂ. ബൈ.